പ്രൈസ് ദി ലോർഡ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവേശുവിന്റെ ധന്യനാമത്തിൽ ഈ ശനിയാഴ്ചയുടെ നല്ല പ്രഭാതത്തിൽ വന്ദനത്തെ അറിയിക്കുന്നു. വീണ്ടും ദൈവവചനമായി പ്രാർത്ഥനയോടെ നമുക്കൊരുമിച്ച് കർത്താവിന്റെ സന്നിധിയിലായിരിക്കാൻ സർവകൃപാലുവായ ദൈവം ഒരുക്കിയ നല്ല സന്ദർഭങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞ് സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിനങ്ങളിലെ ദൈവവചന ചിന്തയും പ്രാർത്ഥനയും ദൈവാലോചനയും നിങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമായിരുന്നു എന്നറിഞ്ഞതിൽ കർത്താവിൽ സന്തോഷിക്കുന്നു. ഇന്ന് രാവിലെയും അനുഗ്രഹിക്കപ്പെട്ട ഒരു തിരുവചനത്തെ ദൈവം നൽകിയിട്ടുണ്ട്. ഗലാത്യലേഖനം 5-ാം അധ്യായം 1-ാമത്തെ വാക്യം, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ, അടിമനുകത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. ഈ നല്ല വചനത്തെ ഓർത്ത് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ ക്രിസ്തു നമ്മെ സ്വതന്ത്രമാക്കുന്നത് സ്വാതന്ത്ര്യത്തിനായിട്ടാണ്. ലോകം ഇന്ന്, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ രാജ്യം ഇന്ന് സ്വാതന്ത്ര്യ ദിനം കൊണ്ട് ആഘോഷിക്കുകയാണ്. സ്വാതന്ത്ര്യമില്ലാതിരുന്നൊരു കാലമുണ്ടായിരുന്നു. എന്നാൽ നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുവാനിടയായി തീർന്നു. ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നു, തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരുടെ യേശു എന്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായി എന്റെ ശിഷ്യന്മാരായി. സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. അപ്പോൾ സത്യം അറിയുകയും ആ സത്യമാണ് നമ്മെ സ്വതന്ത്രമാക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾ അബ്രഹാമിന്റെ സന്തതി എന്ന് ഞാൻ അറിയുന്നുവെങ്കിലും എൻ്റെ വചനത്തിനു നിങ്ങളിൽ ഇടമില്ലായകൊണ്ട് നിങ്ങൾ എന്നെ കൊല്ലുവാൻ നോക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ വചനം നമ്മുടെ ഉള്ളിലില്ലെങ്കിൽ ദൈവത്തിന്റെ ഹിതത്തിന് വിരുദ്ധമായ അനുഭവത്തിലൂടെ നീങ്ങാൻ സാധ്യതയുണ്ട്. എന്നാൽ ദൈവത്തിന്റെ വചനം പറയപ്പെടുന്നു, ഹല്ലേലൂയ, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. ഈ വചനം നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ ദൈവ മഹത്വം നമ്മൾ കാണാൻ പോവാ. പുത്രൻ നമുക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ ആ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് എന്നേക്കും നിലനിൽക്കുന്ന സ്വാതന്ത്ര്യമാണ്. യേശുവിലൂടെ സ്വാതന്ത്ര്യം പ്രാപിച്ചിട്ടുണ്ടോ? യേശുവിലൂടെ സമാധാനം പ്രാപിച്ചിട്ടുണ്ടോ? യേശുവിലൂടെ രക്ഷ പ്രാപിച്ചിട്ടുണ്ടോ? യേശുവിലൂടെ സമാധാനം, സന്തോഷവും ദൈവിക രക്ഷയും ലഭിക്കുവാനിടയായി തീരും. ഗലാത്യലേഖനത്തിൽ നാം വായിച്ചതുപോലെ സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, പിന്നെയും അടിമനുകത്തിൽ കുടുങ്ങിപ്പോകരുത്. ഇന്ന് പകലിൽ ഏതെങ്കിലും അടിമനുകത്തിൽ നീ ആയിരിക്കുന്നെങ്കിൽ ഈ വചനം നിന്നെ സ്വതന്ത്രമാക്കും. കെട്ടപ്പെട്ട് കിടന്ന കഴുതിയും കഴുതക്കുട്ടിയും അഴിച്ചുകൊണ്ട് വന്ന് പട്ടണത്തിൽ യേശു വാഹനമേറിയെങ്കിൽ ഇന്ന് പകൽക്കാലം നിന്റെ ബന്ധനത്തെ അഴിക്കുവാൻ ഒരു കർത്താവുണ്ട്. ആ നുകത്തിന് നിന്നെ പുറത്തു കൊണ്ടുവരാൻ, ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കപ്പെടുവാൻ. ഇന്ന് ഏതോ കടഭാരത്തിന്റെ മടുവിൽ, ഏതോ രോഗത്തിന്റെ പിടിയിൽ, ഏതൊക്കെ പ്രതിസന്ധികൾക്കകത്ത് ഒതുങ്ങപ്പെട്ട് കിടക്കുന്ന അനുഭവമാണോ നിന്നെ സ്വതന്ത്രമാക്കുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. എനിക്ക് ഉറപ്പുണ്ട്. ഈ വചനം വിശ്വസിക്കുക. വചനം വിശ്വസിക്കാത്തവർ യേശുവിനെ കൊന്നുകളയാൻ ശ്രമിക്കപ്പെടുമ്പോൾ വചനം വിശ്വസിക്കുന്ന നീ യേശുവിലൂടെ സ്വാതന്ത്ര്യം പ്രാപിക്കപ്പെടുകയാണ്. രാമയം പറയാമോ? ഇന്ന് പകൽ ഒരു വിടുതൽ നിന്റെ മേൽ വ്യാപരിക്കുക, ഒരു സൗഖ്യം നിന്റെ മേൽ വ്യാപരിക്കുക, ഒരു സമാധാനം നിന്റെ മേൽ വ്യാപരിക്കുക, ഒരു സ്വസ്ഥത നിന്റെ മേൽ വ്യാപരിക്കപ്പെടുക. നീ സ്വതന്ത്രമാകുക. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല പിതാവേ, ഈ രാവിലെ കാലം തന്ന നല്ല വചനത്തിനായി സ്തോത്രം. ഈ വചനപ്രകാരമുള്ള വിടുതലുകൾ നിന്റെ മക്കളുടെ മേൽ വെളിപ്പെടട്ടെ. അവിടെ നാമം ചൊല്ലി അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടുള്ള നന്ദി, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.